Hi all, welcome back to Sir Learning. It's me, Anas Abdul Nazar. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നിങ്ങളുടെ ലാബ് എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലാബ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ മോഡൽ എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അത് പലർക്കും ഒരു ഡൗട്ട് ആണ്, എങ്ങനെ ലാബ് എക്സാം സാർ എങ്ങനെ ചെയ്യാം? 10ാം ക്ലാസ് കൂട്ടല്ല, പ്ലസ് ടുവിലുള്ള ലാബ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെ സീരിയസ് ആയിട്ട് കാണാം. അവിടെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. 10ാം ക്ലാസ് ഹെൽപ്പ് ചെയ്യുന്നല്ല പറയുന്നത്, അവിടെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. കാരണം ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് പഠിച്ച് തന്നെ പോകേണ്ടി വരും എന്ന് പല സ്റ്റുഡൻസ് പറയാറുണ്ട്. അത് സത്യം തന്നെയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പോകേണ്ട ഒരു എക്സാം തന്നെയാണ് ലാബ് എക്സാം. ഒരിക്കലും ആരും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് C++ പ്രോഗ്രാം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് പ്രോഗ്രാം ആണ് റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുകയാണ്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം എങ്ങനെ ചെയ്യാം? ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ് ഈ ഫയൽ നിങ്ങൾ സേവ് ചെയ്യുക. ആ ഫയല് സേവ് ആസ് കൊടുത്തു, ഞാൻ അവിടെ ഡൗൺലോഡ്സ് ലൊക്കേഷൻ കൊടുത്തു. നമുക്ക് ഇഷ്ടം സ്കൂളിലൊക്കെ ആണെങ്കിൽ ലിനക്സിലാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും സേവ് ചെയ്യും കേട്ടോ. ഞാൻ അവിടെ കൊടുത്തു, ഞാൻ അതാണ് sum1.cpp എന്ന് കൊടുത്തു കേട്ടോ. യെസ് ഓക്കെ അല്ലേ? യെസ്, CPP കേട്ടോ, .cpp sum1.cpp എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. യെസ്, ഓക്കെ. ആദ്യമായിട്ട് ഹെഡർ ഫയൽ ആണ് C++ ഹെഡർ ഫയൽ. നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IOStream അല്ലേ, IOStream then using namespace std then int main curly brace open ചെയ്തു. ഫസ്റ്റ് നമുക്ക് എന്താണ് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ത് കൊടുത്തു മക്കളെ? നമ്മുടെ സമ്മിന് ഒരു വേരിയബിൾ ആണ്, അപ്പൊ s എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ദെൻ അവിടെ എന്താണ് അടുത്ത് എന്താ മക്കളെ? ഞാനിപ്പോ എന്താണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ്, i കൊടുത്തു. നെക്സ്റ്റ് എന്ത് കൊടുത്തു മക്കളെ? എനിക്കൊരു ലിമിറ്റ് വേണം, n കൊടുത്തു. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നോക്കാം, CO2 കൊടുക്കുകയാണ്. കാരണം എനിക്ക് ലിമിറ്റ് വേണം. കാരണം എനിക്കിപ്പോ 1 തൊട്ട് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ 1 തൊട്ട് 10 വരെയാണെങ്കിൽ അവിടെ ലിമിറ്റ് 10 ആയിരിക്കും. ദെൻ എനിക്കിപ്പോ 1 തൊട്ട് 15 ആണെങ്കിൽ അവിടുത്തെ ലിമിറ്റ് 15 ആയിരിക്കും അല്ലേ. അപ്പൊ അവിടെ ലിമിറ്റ് ആയത് വാല്യൂ ആണ്, അത് എൻറ്റർ ചെയ്യണം അല്ലേ. എത്ര വരെയാണ് എനിക്ക് സമ്മ് കണ്ടുപിടിക്കേണ്ടത്, അത് എൻറ്റർ ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുവാണ്? CO2 കൊടുക്കുകയാണ്. എന്റർ ദി ലിമിറ്റ് ആണ്, എന്റർ ദി ലിമിറ്റ്. ദെൻ സെമി കോളൻ കൊടുത്തു. ദെൻ C in n എന്ന് കൊടുത്തു. കാരണം n അല്ലേ നമുക്ക് ലിമിറ്റ് വേണ്ടത്. അപ്പൊ n കൊടുത്തു. അപ്പൊ 1 തൊട്ട് n വരെ ആയിരിക്കും സമ്മ് കാണേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ ഒക്കെ ഇനി അടുത്ത എന്താണ് ലൂപ്പ്. നമുക്ക് ലൂപ്പിലോട്ട് പോകാം. അവിടെ എസിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു, 0 എന്ന് ഇനിഷ്യലൈസ്. കാര്യം എന്താ മക്കളെ? എസിനകത്ത് വാല്യൂസ് ഒന്നുമില്ല, കാരണം എസിന്റെ സമ്മ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്താണ് എസിന്റെ വാല്യൂ 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് ലൂപ്പിലോട്ട് പോവുകയാണ്. i = 1 മുതലല്ലേ സമ്മ് കണ്ടുപിടിക്കേണ്ടത് ആണ്. ഓക്കെ. എന്നിട്ട് while i less than or equal to n. യുടെ വാല്യൂ 1 മുതൽ ഐയുടെ വാല്യൂ എവിടെ വരെ മക്കളെ? n വരെ. i less than or equal to n വരെ അല്ലേ. ദെൻ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നോക്കാം, അപ്പൊ ഐയുടെ വാല്യൂ 1 മുതൽ ഐയുടെ വാല്യൂ n വരെയാണ് എങ്കിൽ ഇവിടെ വെക്കാം ഐയുടെ വാല്യൂ 1 സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പൊ സമ്മറിയുടെ ഇക്വേഷൻ s = s + i. ദെൻ i = i+1 എന്നോ i++ എന്നോ എന്ത് വേണേലും കൊടുക്കാം. i+ എന്ന് കൊടുക്കാം അല്ലെ, i++ എന്ന് കൊടുക്കാം. ദെൻ കേർലി ബ്രേസ് ക്ലോസ് ചെയ്തു. ഓക്കെ. ദെൻ അവിടെ ബ്രാക്കറ്റ്സ് എല്ലാം ക്ലോസ് ചെയ്തു. കാരണം നിങ്ങൾ ബ്രാക്കറ്റിൽ എണ്ണം നോക്കുക, അവിടെ ഇവൻ നമ്പേഴ്സ് ഉണ്ടോ ചെക്ക് ചെയ്യട്ടെ. ഇപ്പൊ ഇവിടെ ഇവൻ നമ്പേഴ്സ് ഇല്ല, 1, 2, 3 ഉള്ളു അല്ലെ. കാരണം അവിടെ മെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല, അത് ലാസ്റ്റ് ക്ലോസ് ചെയ്യത്തുള്ളൂ അല്ലെ. അപ്പം എപ്പോഴും ഇവൻ നമ്പേഴ്സ് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ ബ്രാക്കറ്റിന് എണ്ണം നിങ്ങൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ലായിരിക്കും കേട്ടോ. അതുകൊണ്ട് എണ്ണി നോക്കുക ഇവൻ നമ്പേഴ്സ് ഉണ്ടോന്ന്. ഓക്കെ. ദെൻ ഇതിന്റെ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം. CO2 സം എന്നാണ് എന്ത് കൊടുത്ത്? സം = എന്ന് കൊടുത്തു കേട്ടോ. ഇത് നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം. മോഡിഫിക്കേഷൻ എന്തൊക്കെയാന്ന് ഞാൻ സാറ് പറഞ്ഞുതരാം. സം = s അല്ലേ, എസിനകത്തല്ലേ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ റിട്ടേൺ 0, കേർലി ബ്രേസ് ക്ലോസ് ചെയ്തു. കാരണം മെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലേ. യെസ്, പരിപാടി കഴിഞ്ഞല്ലേ. യെസ്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഫയൽ നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്തു. അതിനെ വീണ്ടും എന്താണ് ജസ്റ്റ് സേവ് ആസ് അല്ല, സേവ് കൊടുക്കുക. സേവ് കൊടുത്തു, അല്ലെങ്കിൽ കൺട്രോൾ S കൊടുത്താലും കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. എന്നിട്ടാണെങ്കിൽ ഇവിടെ ബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ബിൽഡ് കൊടുക്കുക. എന്നിട്ട് കമ്പൈൽ കൊടുക്കുക.
എന്താണ് കമ്പൈലേഷൻ? നിങ്ങൾ കഴിഞ്ഞ പോലെ പഠിച്ചാണ്. കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീനിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അല്ലേ. അതായത് നിങ്ങൾ ഇപ്പൊ ഈ തന്നിരിക്കുന്ന സോഴ്സ് കോഡ് ഇതെന്താ മക്കൾ? ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. സോഴ്സ് കോഡ് എന്ന് പറയാൻ ഹൈ ലെവൽ ആണ് അല്ലേ. അത് നമുക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലാവും, പക്ഷേ മെഷീൻസിന് മനസ്സിലാവും, ഈ കമ്പ്യൂട്ടർ മനസ്സിലാവത്തില്ല. അപ്പൊ അത്തരത്തിൽ ഈ ഹ്യൂമൻ റീഡബിൾ ഫോമിൽ നിന്ന് മെഷീൻ റീഡബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മക്കളെ എന്ത്? കമ്പൈലേഷൻ അല്ലേ. അപ്പൊ ആ കമ്പൈലേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലാസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് കമ്പൈലേഷൻ ചെയ്തു, ഈ പറഞ്ഞ മെഷീൻ റീഡബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, അവിടെ റണ്ണിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റൺ ഓർ വ്യൂ ഓർ കറണ്ട് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതാണ് ഒരു ബ്ലാക്ക് വിൻഡോ എന്നല്ലേ. അപ്പൊ എന്റെ അടുത്ത് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിന്റ് വന്നേക്കുന്നത് നമുക്ക് നേരെ നോക്കിക്കോളാം. അതാണ് എന്റെ അടുത്ത് ലിമിറ്റ്. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളൊരു എന്താണ് ലിമിറ്റ് വന്നേക്കുന്നത് നമുക്ക് അവിടെ നേരെയാണ് അല്ലേ. അപ്പൊ അവിടെ എന്ത് കൊടുത്തു? ഞാൻ 7 എന്ന് കൊടുത്തു. നമുക്ക് താഴെ ആക്കാം. ഓക്കെ, ഞാൻ 7 എന്ന് വേണ്ട, ഒരു 4 കൊടുക്കാണ്, കാരണം പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എന്റെ അടുത്ത് ലിമിറ്റ് 4 കൊടുത്തു. 4 കൊടുക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള ഒരു സം കണ്ടുപിടിക്കുക. 1 മുതൽ 4 വരുമ്പോ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4. അപ്പൊ എത്ര മക്കളെ? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 എത്ര? 10 അല്ലേ. അപ്പോൾ 1 മുതൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4ന്റെ സം എത്ര? നമുക്ക് റിസൾട്ട് നമുക്ക് 10 അല്ലേ ഇവിടെ? 10 വരും. അപ്പൊ സം ഇസിക്കൽ ടു 10 എന്ന് വന്നല്ലോ. 10 എന്ന് വന്നില്ലേ? യെസ്, 10 എന്ന് വന്നു, കുഴപ്പമില്ല. യെസ്, അവിടെ കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ ലിമിറ്റ് ഒക്കെ കൊടുത്തപ്പോൾ അവിടെ നേരെയാണ് അല്ലേ. കാരണം നമുക്ക് ഒരു ന്യൂ ലൈൻ ഫോം ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ലൈനിൽ നമുക്ക് എന്താണ് ഈ ഒരു ലിമിറ്റ് ഒക്കെ കൊടുത്താൽ എന്താണ് നമുക്ക് ആ ഒരു ന്യൂ ലൈൻ ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്താടാ? /n. അപ്പൊ /n ഡബിൾ കോഡ്സിന് അവിടെ കൊടുക്കുക. അതായത് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുന്ന തൊട്ട് മുന്നാട്ട് /n കൊടുത്തു. അപ്പൊ ഞാൻ Ctrl+S അടിച്ച് സേവ് ചെയ്തു. Ctrl+S അടിച്ച് സേവ് ചെയ്തു. എന്നിട്ട് നോക്കാം, ഞാൻ വീണ്ടും ബിൽഡ് ചെയ്തു, കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. മക്കളെ കണ്ടോ, അവിടെ താഴോട്ട് വന്നു. അവിടെ ന്യൂ ലൈൻ ഫോം ചെയ്തില്ല. അപ്പൊ എന്റെ ലിമിറ്റ് കൊടുത്ത് 4 കൊടുത്തു. സം ഇസിക്കൽ 10 വന്നു. ഇവിടെ നോക്കട്ടെ, ഇവിടെ സം ഇസിക്കൽ 10 എന്നല്ലേ കിടക്കുന്നത്. നമുക്ക് ഇങ്ങനെ കൊടുത്താലോ? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അവിടെ n-ന് വാല്യൂ വരണം. അപ്പം സം ഓഫ് ഇവിടെ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ടിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 10. അങ്ങനെ വന്നാലേ രസമില്ലടാ. അപ്പൊ കുറച്ചുകൂടെ മോഡിഫൈ വൃത്തിയാവത്തില്ലയോ? നമുക്ക് അതെങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പ്രോഗ്രാം നിങ്ങളെ വെട്ടിക്കളയത്തൊന്നുമില്ല. അവിടെ മാർക്ക് ഇടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണം. എന്തൊക്കെ ചെയ്യണം നോക്കാം. ഇതല്ലേ മക്കളെ, ഇവിടെ അല്ലേ നമുക്ക് മോഡിഫിക്കേഷൻ വരുന്നുണ്ടല്ലേ. അപ്പൊ എന്താണ്? സം ഓഫ് ഞാൻ കൊടുക്കുകയാണ്. സം ഓഫ് ഫസ്റ്റ് വീണ്ടും n കൊടുത്തു. വീണ്ടും n കൊടുത്തല്ലോ. യെസ്, കൊടുത്തു. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഓക്കെ ആർ. ഞാൻ എന്താണ് Ctrl+S അടിച്ച് സേവ് ചെയ്തു. ഓക്കെ, ദെൻ വീണ്ടും എന്താണ് ബിൽഡ് ചെയ്തു, കമ്പൈൽ ചെയ്തു. എറേഴ്സ് ഒന്നും ഇല്ല ഇവിടെ, എറേഴ്സ് ഒന്നും ഇല്ല ഇവിടെ. കമ്പൈലേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞു വരും കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും എറേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എറേഴ്സിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ റൺ ചെയ്യുക. അപ്പൊ എന്റെ അടുത്ത് ലിമിറ്റ് കൊടുത്തു. 4 എന്ന് തന്നെ കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ 10 കൊടുക്കാം. അയ്യോ സാർ എന്നാ 10 കൊടുത്തുവിടാ സാറെന്താ എപ്പോഴും 4 ചെയ്യുന്നത്? 10 കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആർ 55. പക്ഷെ ഇടയ്ക്ക് മക്കളെ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഇടയ്ക്ക് സ്പേസ് ഇല്ലല്ലോ അല്ലേ. ഇങ്ങനെ സ്പേസ് കൊടുക്കാം. സ്പേസ് കൊടുക്കാൻ മക്കളെ എന്താണ്, നമുക്ക് ഹൊറിസോണ്ടൽ സ്പേസ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് മക്കളെ /t ആണ്. വെർട്ടിക്കൽ സ്പേസ് ആണെങ്കിൽ /v കൊടുക്കാം. നമുക്ക് ഇവിടെ /t കൊടുക്കാം. /t സാർ കൊടുക്കുകയാണ്. ഇവിടെ /t കൊടുത്തു കേട്ടോ. /t കൊടുത്തു. അതുകൊണ്ട് ഇവിടെയും /t സാർ കൊടുത്തു. ഓക്കെ, ഇവിടെയും സാറ് /t കൊടുക്കുക കേട്ടോ, കാരണം എല്ലായിടത്തും സ്പേസ് വരാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഞാൻ Ctrl+S അടിച്ച് സേവ് ചെയ്തു. വീണ്ടും ബിൽഡ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ദെൻ റൺ ചെയ്യുവാണ്. യെസ്, ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. ഞാൻ 10 കൊടുത്തു. നോക്കാം, സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആർ 55. ഇപ്പൊ ഒരു വൃത്തി ഒന്നല്ലേ മക്കളെ. യെസ്, അപ്പൊ ഇതാണ് മക്കളെ എന്ത് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ഇനി ഒരു എറേഴ്സ് വന്നുള്ള ഒരു കേസ് പറയാം. ഫോർ എക്സാമ്പിൾ, സാർ എന്താണ് ഇവിടെ സെമികോളൻ കൊടുത്തില്ല. ഓക്കെ, എങ്കിൽ ഞാൻ എന്താണ് വീണ്ടും ഞാൻ Ctrl+S അടിച്ച് സേവ് ചെയ്തിട്ട് ബിൽഡ് കൊടുത്തു. ദെൻ
കമ്പയിൽ കൊടുത്തു. ഇവിടെ മക്കളെ എന്താണ് ഇവിടെ എറേഴ്സ് വന്നപ്പോൾ ഇവിടെ കുറെ കമ്പൈലേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞ കുറെ എറേഴ്സ് വന്നപ്പോൾ ഇല്ലേ എന്താണ് എറർ എന്താണ് ബിഫോർ സീന് മുന്നായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ചെയ്തപ്പോൾ ഉണ്ട് സീന് മുന്നായിട്ടില്ല. സി ഇന്നാണ്ട് ഇവിടെയാണ് ഇതിന് മുന്നായിട്ട് ഒരു സെമികോളൻ വരണമെന്നുണ്ട്. കാരണം ഇവിടെ സി എന്നാണ്ട് ഇവിടെയാണ് നടക്കുന്നത്, സീന് ഇവിടെയാണ് നടക്കുന്നത്. ഇതിന് മുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ മക്കളെ, ഇവിടെ ഒരു സെമികോളൻ ഞാൻ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എറർ വന്നു. അപ്പൊ അവിടെ പ്രത്യേകം ഇവിടെ പറയും അവിടെ എറർ വരുന്നുണ്ട്. സീനിന് മുന്നായിട്ട് അവിടെ ഒരു എറർ വരുന്ന ഒരു സെമികോളം വേണമെന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ മക്കളെ സെമികോളം കൊണ്ട് കൊടുത്തു. അവിടെ ഞാൻ കൺട്രോൾ സേവ് ചെയ്തു, ബിൽഡ് ചെയ്തു, കമ്പൈൽ ചെയ്തു, റൺ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എറേഴ്സ് ഇരുത്താനും പഠിച്ചിരിക്കണം. എറേഴ്സിൽ നിന്ന് നമുക്ക് നല്ല പ്രോഗ്രാമർ ആവാൻ പറ്റത്തുള്ളൂ. എറേഴ്സ് എന്നാണ്, എറേഴ്സ് ആദ്യമേ എല്ലാവർക്കും വരാറുണ്ട്. അല്ലാതെ എറേഴ്സ് വരാന്നാണ് ഒരിക്കലും നിങ്ങൾ നല്ല ബെസ്റ്റ് പ്രോഗ്രാമർ ആവത്തില്ല. കാരണം എറേഴ്സ് വരും, കാരണം തെറ്റുകൾ കൂടി വന്നാൽ എന്താണ് നിങ്ങൾ കറക്റ്റാക്കി പോകത്തുള്ളൂ. സോ എന്ത് ചെയ്യാം മക്കളെ, ഈ ഒരു കാര്യങ്ങൾ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് പ്രോഗ്രാമായിട്ട് വരുന്നുണ്ട്. സോ എല്ലാവരും ഈ ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടു ചെയ്യാൻ മക്കളെ, ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുക, സെറ്റായിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ. മാക്സിമം ആ ഒരു ലൈക്ക് ബട്ടൺ അമർത്തുക, എന്നിട്ട് നല്ലൊരു കമന്റ് അവിടെ രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.